വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണിന് ചുറ്റുമുള്ള ബ്ലാക്ക് സർക്കിൾസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ്. അപ്പോൾ മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ണിന് ചുറ്റുമുള്ള ബ്ലാക്ക് സർക്കിൾസ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു റെമഡിയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. പൊട്ടറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയിലെ ജാറിലോ മറ്റോ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനത് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ പൊട്ടറ്റോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ആലോവേര ജെല്ല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ആലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നാച്ചുറൽ ആലോവേര ജെല്ല് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ രണ്ടും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കണ്ണിന് ചുറ്റും തേച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് പാർട്ട് എടുക്കുക. നമ്മുടെ കണ്ണിന് ചുറ്റും ഇതുപോലെ താഴെയും മേളിലും നന്നായിട്ട് തേച്ച് വെക്കണം. അപ്പോൾ കണ്ണിൻ്റെ മേളിൽ ഇവിടെയും നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കണം. ഇപ്പോൾ കണ്ണടച്ച് വെക്കേണ്ടത് കൊണ്ട് ഞാൻ മേളിൽ അധികം തേക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ രണ്ട് കണ്ണിലും തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ രണ്ട് കണ്ണിലും മാറി മാറി നമ്മളിതുപോലെ സോഫ്റ്റായിട്ട് വേണം കണ്ണിൻ്റെ മീതിയൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ണിൻ്റെ മീതെ ഇതുപോലെ ആക്കിയിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് പതുക്കെ നന്നായിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമ്മുടെ കണ്ണിൽ തന്നെ അങ്ങനെ വെക്കണം. ഒരു 10-20 മിനിറ്റ് നമ്മൾ കണ്ണിനെ ഇതുപോലെ തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഒരു 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവാൻ പറ്റും. നമ്മുടെ ഡാർക്സൊക്കെ നന്നായിട്ട് കുറയുന്നത് മാതിരി തോന്നും. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഒരു റെമഡിയാണിത് കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ മാറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രണ്ട് കണ്ണിലും നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് അതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. അപ്പോൾ ഒരാഴ്ച തുടർച്ചയായിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. ഒരാഴ്ച ചെയ്താൽ പോരാ, ഒരാഴ്ച കൊണ്ട് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറച്ച് നാളിത് തുടർച്ചയായിട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നല്ലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകും. ഡാർക്ക് സർക്കിളൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. ഞാനിത് വെച്ചിട്ട് കുറച്ച് നേരമായി, 10-15 മിനിറ്റായി. ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോ ഈ മിക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് സൂക്ഷിച്ച് വെക്കാം. 2-3 ദിവസത്തിനൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം, കേടാവൊന്നുമില്ല. അപ്പോൾ പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. 2-3 ദിവസത്തിനൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
കമൻറ്റ് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.